സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് നമ്മൾ ഒത്തിരി ഉള്ളിലേക്കൊക്കെ ചെന്ന് ഒരു ഹൗസ് പ്ലോട്ട് വാങ്ങുന്നതിനെക്കാട്ടും ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ, ഒരു മെയിൻ റോഡെന്ന് തന്നെ പറയാൻ പറ്റുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി നല്ല പക്ക കരഭൂമിയാണ്. 9.4 സെൻസ് വരുന്നൊരു പ്ലോട്ടാണ് കേട്ടോ. ഹൗസ് പ്ലോട്ടാണ്. നമുക്ക് റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നല്ലൊരു പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു ചുറ്റളവിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോയി ഒരു പ്ലോട്ട് എടുക്കുമ്പോഴത്തേക്കും പെർ സെൻറ്റ് 5.5 ലക്ഷം 6 ലക്ഷമൊക്കെ വില കൊടുക്കേണ്ടി വരും. ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 5.4 ലക്ഷം രൂപയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അയിരൂപ്പാറ പോകുന്ന റൂട്ട്, അതായത് വട്ടപ്പാറയിൽ നിന്ന് കുറ്റ്യാണി ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് കുറ്റ്യാണി LP സ്കൂളിലേക്കുള്ള വഴി കാണും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നിൽ വരുമ്പോൾ വലതുവശത്തായിട്ട് ഈ ട്രാൻസ്ഫോമർ ഒന്ന് നോക്കി വന്നാൽ മതി, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അതുപോലെ അയിരൂപ്പാറ, നമ്മൾ പോത്തൻകുടന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അയിരൂപ്പാറ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വട്ടപ്പാറ പോകുന്ന റോഡാണ്. ആ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ട് നേരെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറ്റ്യാണി LP സ്കൂൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഇടതുവശത്തെ ട്രാൻസ്ഫോമർ കാണാം. അതിൻ്റെ പിൻവശത്തായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നല്ല കരഭൂമിയാണ്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 5.4 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. വേറെ ഒത്തിരി ഇങ്ങനെ ഉള്ളിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്നും കയറണ്ട കേട്ടോ. റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ്. നല്ലൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മിസ്സാക്കല്ലേ, നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ശ്രീകാര്യത്തേക്ക് കയറാൻ വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ നിന്ന് കുറ്റ്യാണി ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് പിന്നെ വട്ടക്കരിക്കാൻ വഴി നമുക്ക് ശ്രീകാര്യം പോകാനായിട്ട് ഏകദേശം 7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതല്ല അയിരൂപ്പാറ പോയി അങ്ങനെ വേണമെങ്കിലും പോകാം. അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ശ്രീകാര്യം പോയോ അല്ലെങ്കിൽ ചേങ്കോട്ടോണം വഴി പോയോ നമുക്ക് ഈസിലി പോകാവുന്നതാണ്. ആ രീതിയിലാണ് ആക്സസ് വരുന്നത്. ഇനി അതല്ല സിറ്റിയിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ റൂട്ടിൽ നിന്ന് കുറ്റ്യാണി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ ഇനി മുൻവശത്തൊരു കടമുറിയും പിൻവശത്തേക്ക് വീടോ അല്ലെങ്കിൽ മേളത്തെ നിലയിലോട്ട് വീടുകളോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. റോഡ് സൈഡ് പ്രോപ്പർട്ടിയൊക്കെ ആകുമ്പോൾ ആ രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് കൂടെ കിട്ടും.